ഹലോ എവ്രി വൺ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു 24 hours ഓഫ് എ ഡേ കാണിച്ചു തരാം. ലൈക്ക് ഐ ക്യാൻ കോൾ ഇറ്റ് എ ഡേ ഇൻ മൈ ലൈഫ് ബിക്കോസ് ഐ ഡിൻ സ്റ്റാർട്ട് ഏർലി മോർണിംഗ്. സോ ഞാനിപ്പോൾ എൻ്റെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് 2-3 പെട്ടികൾ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. സോ ബേസിക്കലി ഞാൻ ട്രിവാൻഡ്രത്താണ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. സോ ഐ എം ഗോയിങ് ഇൻ ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്. ട്രിവാൻഡ്രത്ത് 12:30 എത്തുന്ന ട്രെയിൻ ആൻഡ് ഗുരുവായൂർ ഒരു 6-7 ആകുമ്പോൾ എത്തും. സോ അങ്ങനെ ഞാൻ ട്രെയിൻ ബോർഡ് ചെയ്തു ആൻഡ് എനിക്ക് RAC സീറ്റായിരുന്നു കിട്ടിയത്. അപ്പോൾ ഐ വാസ് എക്സ്പെക്റ്റിംഗ് ഒരു നെക്സ്റ്റ് പേഴ്സൺ വിത്ത് മീ. പക്ഷേ TT പറഞ്ഞു അയാൾ TVM കയറേണ്ടതായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് ഉറക്കമൊന്നും ശരിയായില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഉമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടിയൊക്കെ പിടിച്ച് ബസ്സിൽ കയറി. ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ഒരു പെട്ടിയും ഒരു ബാഗും, ആക്ച്വലി 2 ബാഗുണ്ട്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു നല്ല ഉറക്കം പാസ്സാക്കി. അപ്പോഴത്തേനും ഒരു 12 ആയി ഉച്ചയ്ക്ക്. അപ്പോൾ ലൈക്ക് എല്ലാവരും എന്നെ തട്ടി എണീപ്പിച്ചിട്ട് പറഞ്ഞു നമുക്ക് പുറത്ത് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ പോവാം. തൃശ്ശൂർ ഇപ്പോൾ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ ആക്ച്വലി എൻ്റെ ഉമ്മയുടെ വീട് പറപ്പൂരിൽ നിന്ന് ഇറ്റ് ഈസ് ലൈക്ക് 20 minutes ഉള്ളൂ തൃശ്ശൂർ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ആക്ച്വലി ഞങ്ങൾക്ക് എൻ്റെ ഉമ്മ MCOM ഡിസ്റ്റൻ്റായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ബുക്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മക്ക് കുട്ടനല്ലൂർ അച്യുതമേനോൻ കോളേജിൽ പോകണം. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരെല്ലാം പാർക്കിലിറക്കി ഞാനും ഉമ്മയും കൂടിയിട്ട് ഉമ്മയുടെ കോളേജിലോട്ട് പോകാം. അപ്പോൾ അത്ര നേരം ഇവർക്ക് പാർക്കിൽ കളിക്കാമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ റോഡ് ക്രോസ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് വീണ്ടും ശക്തൻ സ്റ്റാൻഡിൽ പോയിട്ട് എന്നിട്ട് വേണം വീണ്ടും ഞങ്ങൾക്ക് അവിടെ നിന്ന് കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിലോട്ടുള്ള ബസ് കയറണം. ആക്ച്വലി ഞാൻ കയറിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി കുട്ടനല്ലൂരിൽ നിന്ന് ജസ്റ്റ് 5 minutes ഉള്ളൂ ഹൈലൈറ്റ് മാളിലോട്ട്. ഞാനിങ്ങനെ മാപ്പിൽ നോക്കി എത്ര മിനിറ്റ് ഉണ്ടെന്ന്. ഇറ്റ് ഈസ് ലൈക്ക് 500 meters ഉള്ളൂ ഉമ്മയുടെ കോളേജും ഹൈലൈറ്റ് മാൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ തിങ് ഈസ് ബുക്ക് കിട്ടിയില്ല ബിക്കോസ് സ്റ്റോക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ നല്ല ദാഹമുള്ളതുകൊണ്ട് ഞങ്ങൾ കയറിയൊരു ലൈമും ഫലൂദയും കഴിച്ചു. പക്ഷേ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര മഴ. ഞങ്ങളങ്ങനെ എത്തി. ഇവരെ വിളിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് ഞങ്ങൾ എക്സിബിഷൻ കാണാൻ പോയി. എക്സിബിഷൻ ആക്ച്വലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഞങ്ങൾ മുമ്പ് ഗൾഫിൽ പോയപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടാണ്. ലൈക്ക് തൃശ്ശൂർത്തെ എക്സിബിഷൻ ഇസ് ലൈക്ക് സംവാട്ട് റിലേറ്റഡ് ടു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയാം. ദർ ഇസ് നോ ലൈക്ക് ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ പവലിയൻ ഒന്നുമില്ല. പക്ഷേ തൃശ്ശൂരിൽ എന്തൊക്കെയുണ്ട്, ലൈക്ക് തൃശ്ശൂരിൽ ഓരോ യൂണിവേഴ്സിറ്റീസ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെറ്റിനറി യൂണിവേഴ്സിറ്റി, കേരള പോലീസ്, അങ്ങനെ അവരുടെയൊക്കെ ഓരോ പവലിയൻ ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ എക്സിബിഷനിലുള്ള പോലെ കുറേ വള മാല, വീട്ടിലാവശ്യമുള്ള സാധനങ്ങൾ, ഫർണിച്ചേഴ്സ്, കപ്പ്, ഗ്രോസറീസ്, പിന്നെ കുറേ ഫുഡ് ഐറ്റംസ്, ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുറേ നടന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ എസാക്ക് ഈ പഞ്ഞിമുട്ടായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എസാക്ക് ഈ പഞ്ഞിമുട്ടായി വാങ്ങിച്ചു കൊടുത്തു. അവളിങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് വാങ്ങിത്താ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷി വാസ് ഹാപ്പി. പിന്നെ ഞങ്ങൾ ഒരു ബൂസ്റ്റ് കുലുക്കി വാങ്ങിച്ചു, ഒരു ലിച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ലിച്ചി കുടിച്ചിട്ടുള്ള എക്സ്പ്രഷനായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് മറ്റേ റൈഡ്സ് ആയിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ഇവരിങ്ങനെ ബോട്ടിലിങ്ങനെ റൈഡ് വട്ടം ചുറ്റും. ആൻഡ് എസാക്ക് ട്രാമ്പലിനിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എസാനെ കയറ്റി. ടൈം ലിമിറ്റ് ഒന്നുമില്ല, പക്ഷേ ഐ തിങ്ക് ഇത് 50 rupees ആണെന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടമുള്ള പോലെ എത്ര ടൈം വേണമെങ്കിലും കയറാം. പിന്നെ അമലും സിനാനും കൂടിയിട്ട് മറ്റേ വഞ്ചിയില്ലേ അതിൽ കയറി. എന്ത് ഹൈറ്റിലല്ലേ പോകുന്നത്. ഇറ്റ് വാസ് ഭയങ്കര സ്കാരി. പക്ഷെ അത്ര സ്കാരി അല്ല, എന്നാലും ലൈക്ക് അത്ര ഹൈറ്റിൽ പോകുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും.
അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇറങ്ങുന്ന സമയത്തായിരുന്നു ലൈക്ക് ദർ ആർ മോർ ആൻഡ് മോർ ഞങ്ങൾ മനസ്സിലാക്കിയത് എക്സിബിഷനിൽ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു പവലിയൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇങ്ങനത്തെ കുറേ ബ്യൂട്ടിഫുൾ സ്ട്രക്ചേഴ്സ് തൃശ്ശൂർ റെപ്രസെൻ്റ് ചെയ്തിട്ട് കണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ ISROയുടെ പവലിയൻ ഉണ്ടായിരുന്നു. ആൻഡ് അതിലിങ്ങനെ കുറേ സാറ്റലൈറ്റ് എവറിത്തിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഉമ്മ അറിയായിരുന്നു, ഉമ്മ കുറേ കാലമായി ഇങ്ങനെ തൃശ്ശൂർ ഇങ്ങനെ നടന്ന് പോയിട്ട് അപ്പോൾ നമുക്ക് നടക്കാം ലൈക്ക് ഓക്കെ. പിന്നെ അന്ന് എന്തോ ഒരു ഘോഷയാത്ര എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് കുറേ സ്ട്രക്ചേഴ്സ്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ മറ്റേ ആകാശപാതല്ലേ അതിൽ കയറി ബസ് കയറി തിരിച്ചു.